പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിൽ അങ്ങനെ മൊബൈലിൽ നിന്നും പ്രിന്റ് സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ വഴിയാണ് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന അവിടെ എപ്സൺ പ്രിൻ്റർ ആപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ എപ്സൺ ഐ പ്രിൻ്റ് എന്നുള്ള ഈ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. എപ്സൻ്റെ പുതിയ മോഡൽ സ്മാർട്ട് മാനിൽ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതിന് വരുന്നുണ്ട്. അത് പല ഫോണിലും ചിലപ്പോൾ ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പഴയ വെർഷനായ ഐ പ്രിൻ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ ഐ പ്രിൻ്റ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആവുന്ന സമയത്ത് തന്നെ ആ വൈഫൈ ഡയറക്റ്റിൻ്റെ പാസ്വേഡും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഫോണിൽ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള 2 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ എഗ്രി എന്ന് കൊടുക്കുക. താഴെ പിന്നെ ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രിൻ്റർ ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ കാണാൻ സാധിക്കും പ്രിൻ്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്ന് കാണുന്നത് സാധിക്കും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് പ്രിൻ്ററിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എവറി ടൈം മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം വൈഫൈ സെറ്റിങ്സിൽ പോയി പ്രിൻ്ററിനെ കണക്ട് ചെയ്തിട്ട് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇതേപോലെ കണക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വൈഫൈ സെറ്റിങ്സിൽ പോയി പ്രിൻ്ററിനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. മുകളിൽ നിന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് വൈഫൈ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. വൈഫൈ ഓൺ ആയതിന് സെർച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ആദ്യം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ പ്രിൻ്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ അലോ കൊടുക്കുന്നതോടുകൂടി അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് വരുന്നുണ്ട്. അതിൽ എപ്സൺ ഐ പ്രിൻ്റ് സെലക്ട് ചെയ്യുക. അതോടുകൂടി പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് പിറകോട്ട് വരിക. അപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് എത്തും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ പേര് സെലക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്: പ്രിൻ്റ് ഫോട്ടോസ്, പ്രിൻ്റ് ഡോക്യുമെൻറ്റ്, സ്കാൻ. അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്കാനാണ്. അപ്പോൾ സ്കാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന സ്കാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ മേലെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എവിടെ നിന്നാണ് ആദ്യം ചോദിക്കുന്നത്? സോഴ്സ് ആണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് സ്കാൻ ചെയ്യേണ്ടത്? സ്കാനർ ഗ്ലാസ് ആണോ, ADF വഴി ആണോ എന്നുള്ളതാണ്. പിന്നെ സ്കാനിങ്ങിൻ്റെ സൈസ്, ഇമേജ് ടൈപ്പ് ഒക്കെയാണ്, റെസൊല്യൂഷനൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. എന്നിട്ട് ഡൺ എടുക്കുക. എന്നിട്ട് താഴെ സ്കാൻ കൊടുക്കുക. അതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ക്രോപ്പിങ്ങും കാര്യങ്ങളൊന്നും മൊബൈൽ ആപ്പ് വഴി നമുക്ക് പോസിബിൾ അല്ല. അത് നിങ്ങൾ കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച ഡോക്യുമെൻ്റ് നമുക്കിവിടെ പ്രിവ്യൂ ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത്, അതിൽ ലോക്കൽ ഫോൾഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ്. അത് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് യൂസ് ദിസ് ഫോൾഡർ സെലക്ട് ചെയ്യുന്നതോടുകൂടി ആ ഫോൾഡറിലായിരിക്കും പിന്നെ അടുത്ത തവണ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ആ ഫയൽ സേവ് ആവുന്നത്. പിന്നെ ചോദിക്കുന്നത് ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളതാണ്. അതേപോലെ എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് താഴെ കാണുന്ന സേവ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിൽ ആ ഫയൽ സേവ് ആവുന്നതാണ്. ഇനി പിറകോട്ട് വരിക. ഇവിടെ നമുക്ക് ഇനി പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ പ്രിൻറ്റ് ഫോട്ടോസ്, പ്രിൻറ്റ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പ്രിൻറ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള സകല പിക്ചേഴ്സ് ഫയലുകളും അല്ലെങ്കിൽ ഫോട്ടോ ഫയലുകളും ഓപ്പണായി കാണിക്കുന്നതാണ്. പ്രിൻറ്റ് ഡോക്യുമെൻ്റ് എന്നാകുമ്പോൾ നമ്മുടെ ഫോണിലുള്ള PDF ഫയലുകളാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ നേരത്തെ സ്കാൻ ചെയ്ത ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ പ്രിൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിൻ്റെ മുകളിൽ കാണുന്ന സെറ്റിങ്സിൽ പോയിരിക്കണം. ഇവിടെ നമുക്ക് കോപ്പീസ് എത്ര, അതായത് പ്രിൻറ്റിങ് റേഞ്ച് ചെയ്ത് കുറേ പേജസ് ഉണ്ടെങ്കിൽ ആ റേഞ്ച് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യാം. അതേപോലെ പേപ്പർ സൈസ് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അതിൻ്റെ താഴെ മീഡിയ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്ലെയിൻ പേപ്പർ ബാർ ബ്രൈറ്റ് വൈറ്റ് പേപ്പർ എന്ന് തന്നെ അല്ലുള്ളത് എന്നുള്ള എവറി ടൈം നമ്മൾ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം. പല സമയത്തും പ്രീമിയം ഫോട്ടോ പേപ്പർ ഗ്ലോസി എന്നുള്ള സെറ്റിങ്സിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ട്രയൽ വെച്ചത് പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിങ്സിൽ പ്രിൻറ്റ് ചെയ്താൽ മിക്കവാറും പേപ്പർ കുടുങ്ങുന്നതാണ്. അപ്പോൾ നമ്മളത് ഈ പേപ്പർ ടൈപ്പ് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, അപ്പോൾ പേപ്പർ ടൈപ്പ് ഒന്ന് മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മാറ്റി കൊടുക്കണം. അതേപോലെ ഈ പ്രിൻറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് തന്നെ അല്ലേ എന്നുള്ളത് നോക്കണം. അത് ഹൈയിലാണെങ്കിൽ നിങ്ങളത് സ്റ്റാൻഡേർഡാക്കി മാറ്റണം. അപ്പം ഈ 2 സെറ്റിങ്സാണ് മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഡൺ കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ആ സെറ്റിങ്സിൽ പോയിട്ട് മീഡിയ ടൈപ്പും പ്രിൻറ്റ് ക്വാളിറ്റിയും ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതെല്ലാ സമയത്തും പ്രിൻറ്റ് ചെയ്യുമ്പോഴും അതങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടറിലെ പോലെ ഡിഫോൾട്ട് സെറ്റിങ്സ് ആയി മാറത്തില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പേപ്പർ കുടുങ്ങാനൊക്കെ സാധ്യത ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.